അസ്സലാമു അലൈക്കും. ഓത്തിൻ്റെ സുജൂദ് അഥവാ തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്ത് നിസ്കാരം പോലെ പ്രാധാന്യമുള്ള ഒന്നാണ് ഓത്തിൻ്റെ സുജൂദ്. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മളെല്ലാം സുജൂദിൽ വീഴേണ്ടതാണ്. അത്ര വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്കതുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ചില പുണ്യാത്മാക്കൾ ചില ആയത്തുകൾ കേൾക്കുമ്പോഴേക്കും ബോധം കെട്ടു വീഴാറുണ്ട്. ചിലരുടെ രോമകൂപങ്ങളിൽ നിന്ന് രക്തമൊഴുകാറുണ്ട്. ഇതൊക്കെ സൂഫി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ഖുർആനിനോടുള്ള ആദരവും മുഹബത്തും വർദ്ധിച്ചവരിൽ നിന്ന് പല അത്ഭുതങ്ങളും കാണാറുണ്ട്. ഒരു പുണ്യാത്മാവ് അലിഫ് ലാം മീം എന്ന് ഒരു പിഞ്ഞാണത്തിൽ എഴുതാൻ പേനയെടുത്തു. അലിഫ് എന്ന് എഴുതിയതേ ഉള്ളൂ, പിഞ്ഞാണം പൊളിഞ്ഞു. പുണ്യാത്മാവ് തല ചുറ്റി വീണു. ഗർഭിണിക്ക് വേണ്ടിയാണ് എഴുതിയിരുന്നത്. പിഞ്ഞാണം പൊളിഞ്ഞതോടെ അവൾ പ്രസവിക്കുകയും ചെയ്തു. ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ഭുതമല്ല, അള്ളാഹുവിൻ്റെ കലാമല്ലേ. നമുക്കൊന്നും ഇത് അനുഭവപ്പെടാത്തത് എന്ത് എന്നാണ് സംശയം. നാം അവരുടെ പദവിയിൽ എത്താത്തത് കൊണ്ട് നമ്മുടെ കൽബിൽ ഇരുട്ടാണ്. അവിടെ ചെകുത്താൻ്റെ കൂടാണ്. അവരുടെ കൽബിൽ തേജസ്സാണ്. അത് അള്ളാഹുവിൻ്റെ അർശാണ്. ഇതാണ് വ്യത്യാസം. ഖുർആനിൽ സുജൂദിനെ പറ്റി സൂചിപ്പിക്കുന്ന ചില പ്രത്യേക ആയത്തുകളുണ്ട്. അവ കേൾക്കുകയോ ഓതുകയോ ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഒരു സുജൂദ് മാത്രം മതി, വുളൂ ഉണ്ടായിരിക്കണം. ഓത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലിയ ശേഷം സുജൂദിലേക്ക് പോവുക. പിന്നെ എഴുന്നേറ്റിരുന്ന് സലാം വീട്ടുക. ഇത്ര മാത്രം. ഇങ്ങനെ ഒരാൾ ഓത്തിൻ്റെ സുജൂദ് ചെയ്തു കണ്ടാൽ പിശാച് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. ഇനി ഖുർആനിൽ 15 സ്ഥലത്താണ് സുജൂദിൻ്റെ ആയത്തുകളുള്ളത്. 1 അഹ്റാഫിലെ 206 ആയത്ത്, 2 സൂറത്തുൽ റായദിൽ 15 ആയത്ത്, 3 നഹലിൽ 49 ആയത്ത്, 4 സൂറത്തുൽ ഇസ്രായിൽ 107 ആയത്ത്, 5 മറിയമിൽ 58 ആയത്ത്, 6 സൂറത്തുൽ ഹജ്ജിൽ 18 ആയത്ത്, 7 സൂറത്തുൽ ഹജ്ജിൽ തന്നെ 77 ആയത്ത്, 8 ഫുർഖാനിൽ 60 ആയത്ത്, 9 സൂറത്തുൽ നംനിൽ 15 ആയത്ത്. ഇനി 10 സൂറത്തു സജദയിൽ 15 ആയത്ത്, 11 സൂറത്തു സ്വാദിൽ 24 ആയത്ത്, 12 സൂറത്തുൽ ഫുസ്സിലത്തിൽ 37 ആയത്ത്, 13 സൂറത്തു നജ്മിൽ 62 ആയത്ത്. ഇനി 14 ഇൻഷിക്കാക്കിൽ 21 ആയത്ത്, 15 സൂറത്ത് അലക്കിൽ 19 ആയത്ത്. ഇത്രയും സ്ഥലങ്ങളിലാണ് ഓത്തിൻ്റെ സുജൂദുള്ളത്. ഇത് കേൾത്താലും നമ്മൾ ഓതുകയാണെങ്കിലും ആ സ്ഥലം എത്തുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യൽ സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ്.